വ്യക്തിപരമായ പ്രാർത്ഥന. വിശ്വാസം. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ചുറ്റും എൻ്റെ ഉള്ളിലും അങ്ങ് വസിക്കുന്നുവെന്നും അങ്ങയുടെ നിലയ്ക്കാത്ത സ്നേഹം സദാ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്നേഹം കടന്നു വരുന്നതിന് തടസ്സമായി എന്നിൽ ഏറെ പാപങ്ങളുണ്ടെങ്കിലും തെറ്റിപ്പോയി എന്ന് പറയുന്നതിന് മുമ്പേ ക്ഷമിക്കുന്ന അങ്ങയുടെ സ്നേഹവായ്പിൽ എൻ്റെ പാപങ്ങൾ മാഞ്ഞു പോകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങൻ്റെ സൃഷ്ടാവും രക്ഷകനും പരിപാലകനുമാണെന്നും അങ്ങയുടെ തിരുപുത്രനായ യേശു ഏകരക്ഷകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ആരാധന, സമർപ്പണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. ഈ സമയം അങ്ങയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർന്ന് എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. രോഗത്താലും പ്രായത്താലും ദുഃഖദുരിതങ്ങളാലും കഷ്ടപ്പെടുന്ന സകലർക്കും വേണ്ടി ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അവരുടെ സഹനങ്ങൾ അവരുടെ പാപപരിഹാരത്തിനായി അങ്ങയെ സ്വീകരിക്കണമേ. നാനാജാതി മതസ്ഥരായ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവർക്കും അറിഞ്ഞിട്ടും അവഗണിക്കുന്നവർക്കും അങ്ങയ്ക്ക് പകരം തിന്മയുടെ ശക്തിയെ ആരാധിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഈ സൃഷ്ടപ്രപഞ്ചത്തിനും സർവ്വജീവജാലങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഈശോയെ, എന്നെ പൂർണ്ണമായും ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ സമർപ്പണം സ്വീകാര്യമാകുവാൻ തടസ്സമായിട്ടുള്ള എല്ലാ പാപങ്ങളെയും കുറിച്ച് ഞാൻ മനസ്തപിക്കുന്നു. എന്നെ വേദനിപ്പിച്ചിട്ടുള്ളവരോട് ഞാൻ നിരുപാധികം ക്ഷമിക്കുന്നു. ഞാൻ മൂലം വേദനിക്കാൻ ഇടയായവരുടെ മുറിവുകൾ അങ്ങേ സുഖപ്പെടുത്തണമേ. ആത്മാവ്, എൻ്റെ ഈശോയെ, എൻ്റെ ആത്മാവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ പാപങ്ങളും പാപകടങ്ങളും തഴക്കദോഷങ്ങളും അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. മനസ്സ്, എൻ്റെ മനസ്സിനെയും ബോധ, ഉപബോധ, അപബോധ മനസ്സിനെയും എൻ്റെ മനസ്സാക്ഷിയെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഈ സമയം വരെയും എന്നിലുളവായിട്ടുള്ള എല്ലാ തെറ്റായ ബോധ്യങ്ങളെയും പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടികളുടെയും വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ജഡീകാസക്തി മുതലായവ, TV, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ തുടങ്ങിയ മാധ്യമങ്ങളുടെ സ്വാധീനത്താൽ ഉണ്ടായിട്ടുള്ള മാലിന്യങ്ങളും തുടച്ചു നീക്കണമേ. മാനസിക പ്രശ്നങ്ങൾ, ദുഃഖം, ഭയം, ആകുലത, വ്യഗ്രത, ഉത്കണ്ഠ, നഷ്ടബോധം, മരണഭയം, സംശയം മുതലായവയിൽ നിന്നെല്ലാം എന്നെ മോചിപ്പിക്കണമേ. ശരീരം. ഈശോയെ, എൻ്റെ ഈ ശരീരത്തിലെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെയുള്ള ആന്തരികവും ബാഹ്യവുമായ എല്ലാ അവയവങ്ങളെയും ഓരോ കോശങ്ങളെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെക്ക് തന്ന ആരോഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാഴ്ച, കേൾവി, രുചി, മണം, സ്പർശനം വഴി എന്നിൽ പ്രവേശിച്ചിട്ടുള്ള എല്ലാ മാലിന്യങ്ങളും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകണമേ. എൻ്റെ ചിന്ത, ഭാവന, ബുദ്ധി, ഓർമ്മ, അറിവ് എന്നിവയെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇവയിലൂടെ വന്ന പോരായ്മകൾക്കായി ഞാൻ മാപ്പപേക്ഷിക്കുന്നു. എൻ്റെ ശാരീരിക രോഗങ്ങളെയും ബലഹീനതകളെയും അങ്ങേ ഏറ്റെടുക്കണമേ. എന്നെ സുഖപ്പെടുത്തണമേ. എൻ്റെ ഈശോയെ, എൻ്റെ കുടുംബ സാഹചര്യത്തെ, മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഉപകാരികൾ, ശത്രുക്കൾ, എൻ്റെ ജോലി സാഹചര്യങ്ങൾ, സഹപ്രവർത്തകർ, അധികാരികൾ, കീഴ്ജീവനക്കാർ എന്നിവരെയെല്ലാം സമർപ്പിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യണമേ. നന്ദി പ്രകടനം. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം. എനിക്ക് ജീവനും ജീവിതവും നൽകിയ ദൈവമേ, എന്നിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് നൽകിയിരിക്കുന്ന കാഴ്ച, കേൾവി, സംസാരശക്തി, ബുദ്ധി, ഓർമ്മ, അറിവ് തുടങ്ങിയ എല്ലാ കഴിവുകളെയും അങ്ങയുടെ ദാനമാണെന്ന് ഞാൻ ഓർക്കുന്നു. ഇവയോടൊപ്പം എൻ്റെ കുടുംബം, ഉറ്റവർ, ഉടയവർ, ബന്ധുമിത്രാദികൾ എന്നിവരെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കത്തോലിക്ക സഭയുടെ അംഗമാകാൻ എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എത്രയോ അപരിചിതരെ അങ്ങെനിക്ക് പരിചയപ്പെടുത്തി തന്നു. എത്രയോ ഗൃഹങ്ങളിൽ എനിക്ക് ഇടമൊരുക്കി തന്നു. അകലെയുള്ള പലരെയും അടുപ്പിച്ചു തന്നു. അന്യരെ ഉറ്റവരാക്കി തന്നു. എല്ലാം അങ്ങ് തന്നെയാണ് ചെയ്തത്. പ്രഭാതരശ്മിയുടെ പ്രഭാപൂരത്തിൽ എൻ്റെ നേത്രങ്ങൾ നീന്തി തുടിക്കുന്നു. ദൈവം ഇന്നുവരെ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓർത്തോർത്ത് ഞാൻ നന്ദി പറയുന്നു. എളിമ, പ്രകരണം, ഞാനും എനിക്കുള്ളതെല്ലാം,
വിദ്യാഭ്യാസം, കഴിവുകൾ, സമ്പത്ത്, ഉറ്റവർ, ഉടയവർ ദൈവദാനമാണെന്ന ചിന്തയിൽ അല്പസമയം സ്തുതിക്കുന്നു. വചനവാചന തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭാഗം വായിക്കുകയോ ഇഷ്ടമുള്ള ഭാഗം എടുത്ത് വായിക്കുകയോ ചെയ്യുന്നു. അല്പസമയം ധ്യാനിക്കുന്നു. ധ്യാനചിന്ത: യേശുവിനെ ആ കുരുടനെ നേരിട്ട് കാഴ്ച കൊടുക്കാമായിരുന്നുവെങ്കിലും വെള്ളം, മണ്ണ് എന്നീ ഭൗതിക വസ്തുക്കളെ ഉപയോഗിച്ചാണ് സൗഖ്യം നൽകിയത്. ഇന്ന് യേശു തൻ്റെ കൂദാശകളിലൂടെയാണ് സൗഖ്യം തരുന്നത്. കൂദാശകളിൽ അവിടുന്ന് ജലം, അപ്പം തുടങ്ങിയ ഭൗതിക വസ്തുക്കളിലൂടെയാണ് എൻ്റെ ജീവനും പ്രസാദവരവും നമുക്ക് നൽകുന്നത്. യേശുവെ, എല്ലാ കൂദാശകളിലും, പ്രത്യേകിച്ച് ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് സ്വീകരിക്കുന്ന ദിവ്യബലി, പാപസങ്കീർത്തനം എന്നിവയിൽ ഭക്തിയോടെ സംബന്ധിക്കുവാനും പരമാവധി ഫലമെടുക്കുവാനും എന്നെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാപത്താൽ അന്ധമായിരിക്കുന്ന എൻ്റെ കണ്ണുകളെ തുറക്കുവാൻ നിത്യപ്രകാശമായി അങ്ങേ കടന്നു വരണമേ. ഈശോയെ, അങ്ങയെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകൾ തുറക്കണമേ. യാചനാ പ്രാർത്ഥനകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകും എന്നരുളി ചെയ്ത ഈശോയെ, മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ നടത്തുന്ന യാചനകൾ അങ്ങേ സ്വീകരിക്കണമേ. തിരുസഭയുടെ ആവശ്യങ്ങൾ, സഭ നേരിടുന്ന വെല്ലുവിളികൾ, സമർപ്പിതർ, പ്രേക്ഷിതർ, ഇടവക, ധ്യാന ഗുരുക്കന്മാർ, ധ്യാനമന്ദിരങ്ങൾ, മരണാസന്നർ, മദ്യപാനം, പുകവലി മുതലായ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർ, ഗർഭിണികൾ, രോഗികൾ, ജയിൽവാസികൾ, ഭീകരപ്രവർത്തകർ, കടബാധ്യതയുള്ളവർ തുടങ്ങിയ എല്ലാ ആവശ്യങ്ങൾക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന സകല ഐശ്വര്യവും കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയാക്കി കൊടുത്തു. പരിഹാരം: ധ്യാനമണിക്കൂറിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും പോരായ്മകൾക്ക് മാപ്പപേക്ഷിക്കുകയും കൂടുതൽ നന്നായി ജീവിക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. നിരന്തരം ഉരുവിടുന്നതിന് ഒരു പ്രാർത്ഥനയോ വചനമോ സ്വീകരിക്കുന്നു. കർത്താവേ, എൻ്റെ ആത്മീയ നയനങ്ങൾ തുറക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ.